വചനം ധ്യാനിക്കുമ്പോൾ ഹല്ലേലൂയ. കർത്താവിൽ പ്രിയപ്പെട്ടവരെ, മഹത്വത്തിൻ സാന്നിധ്യം ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുന്നു. 119 സങ്കീർത്തനം 54 തിരുവാക്യം. തീർത്ഥാടകനായ ഞാൻ പാർക്കുന്നിടത്ത് അവിടുത്തെ പ്രമാണങ്ങളായിരുന്നു എൻ്റെ ഗാനം. സങ്കീർത്തകനായ ദാവീദ് താൻ അനുഭവിച്ചറിഞ്ഞ ദൈവവചനത്തിൻ്റെ ശക്തി നമ്മോട് പങ്കുവെക്കുകയാണ്. ഈ ഭൂമിയിൽ താൻ അന്യനും പരദേശിയുമാണെന്ന് ദാവീദ് മനസ്സിലാക്കി. ദാവീദ് പറയാ, ഞാനൊരു തീർത്ഥാടനത്തിലാണ്. ഞാൻ വസിക്കുന്ന എൻ്റെ ഭവനത്തിൽ കർത്താവേ, നിന്റെ പ്രമാണങ്ങളാണ് എൻ്റെ ആനന്ദം, എൻ്റെ ശക്തി. നമ്മുടെ കുടുംബങ്ങൾ ദൈവവചനത്തിൽ ആനന്ദം കണ്ടെത്തണം. നമ്മുടെ കുടുംബങ്ങളിൽ കർത്താവിൻ്റെ വചനമായിരിക്കണം നമ്മുടെ പ്രമാണം. ഇന്നത്തെ ശുശ്രൂഷയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത് കുടുംബങ്ങൾക്ക് വേണ്ടിയാണ്. നമ്മുടെ കുടുംബങ്ങളെല്ലാം ദൈവാനുഗ്രഹത്താൽ നിറയണം. പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഭവനങ്ങളായി മാറണം. നമ്മുടെ കുടുംബങ്ങളുടെ കേടുപാടുകൾ പോക്കുവാൻ, നമ്മുടെ കുടുംബങ്ങളെ വിശുദ്ധീകരിക്കുവാൻ, നമ്മുടെ കുടുംബങ്ങൾ ഒരു അനുഗ്രഹമായി തീരുവാൻ നമ്മൾ അല്പസമയം സ്തുതിച്ച് ആരാധിക്കാൻ പോവുകയാണ്. നിങ്ങളായിരിക്കുന്നിടത്ത് എഴുന്നേറ്റ് നിൽക്കുന്നു. വലതുകരം സ്വർഗത്തിലേക്ക് ഉയർത്തി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, ദൈവവചനത്തിന്റെ ശക്തി ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് പകരണമേ. ഞങ്ങളുടെ കുടുംബങ്ങളിലുള്ള തകർച്ചകളിലേക്ക്, പ്രതിസന്ധികളിലേക്ക്, പ്രതികൂലങ്ങളിലേക്ക് കർത്താവേ വരണമേ. കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. അനുഗ്രഹത്തിന്റെ അഭിഷേകം സകല കുടുംബങ്ങളിലേക്ക് നിറഞ്ഞൊഴുകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളെ അനുഗ്രഹിക്കുന്ന കർത്താവിന്റെ നാമം വിളിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവിന്റെ നാമം അനുഗ്രഹിക്കുന്ന നാമമാണ്. യേശുവിന്റെ നാമം സുഖപ്പെടുത്തുന്ന നാമമാണ്. യേശു ക്രിസ്തുവിന്റെ നാമം നമ്മെ അഭിഷേകം ചെയ്യുന്ന നാമമാണ്. ആ നാമത്തിന് അത്ഭുത ശക്തി തിരിച്ചറിഞ്ഞ് നമ്മൾ ഒരുമിച്ച് പാടി പ്രാർത്ഥിക്കുന്നു. എന്റെ ദൈവത്താൽ നിശ്ചയം അനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. തന്റെ വചനം പോലെ ഞാൻ ചെയ്യും. തന്റെ വഴിയിൽ തന്നെ നടക്കും. ആ തീരുമാനത്തോടെ പാടി പ്രാർത്ഥിച്ച്, കർത്താവേ നിന്റെ വചനം ഞാൻ അനുസരിക്കും. കർത്താവേ നിന്റെ വഴികളിൽ ഞാൻ നടക്കും. ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. അനുഗ്രഹിക്കണേ കർത്താവേ. തന്റെ വഴിയിൽ തന്നെ നടക്കും. ദേശത്തിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും. ഭവനത്തിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും. നമ്മൾ എത്ര പേര് ഇത് വിശ്വസിക്കുന്നു? എങ്കിൽ അഭിഷേകത്തോടെ പാടി പ്രാർത്ഥിച്ച് സകല കെട്ടുകളും അഴിയട്ടെ. എന്റെ വീട്ടിൽ ആഹാരം കുറയുകില്ല, ആവശ്യങ്ങളൊന്നും മുടങ്ങുകില്ല. പരസ്പരം പങ്കുവെച്ച് പാടി പ്രാർത്ഥിച്ച് ഒരിക്കൽ കൂടെ എല്ലാവരും. എന്റെ വീട്ടിൽ ആഹാരം കുറയുകില്ല, ആവശ്യങ്ങളൊന്നും മുടങ്ങുകില്ല. ഹല്ലേലൂയ. കർത്താവേ ഞങ്ങൾ വിശ്വസിക്കുന്നു, ഏറ്റുപറയുന്നു. കരങ്ങൾ ഉയർത്തി അടിച്ച് എന്റെ ദൈവത്താൽ നിശ്ചയം അനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. തന്റെ വചനം പോലെ ഞാൻ ചെയ്യും.
തന്റെ വഴിയിൽ തന്നെ നടക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ഹൃദയങ്ങളെ തുറക്കണമേ, ജനലക്ഷങ്ങളെ അനുഗ്രഹിക്കണമേ. പോലെ ഞാൻ ചെയ്യും. കരങ്ങൾ താഴ്ത്തിയടിച്ച് തന്നെ നടക്കും. തന്റെ വചനം പോലെ ഞാൻ ചെയ്യും. തന്റെ വഴിയിൽ തന്നെ നടക്കും. ഒരു തീരുമാനത്തോടെ കർത്താവിന്റെ സന്നിധിയിൽ ഇരു കരങ്ങളും ഉയർത്തിപ്പിടിച്ച് യേശു നാമം വിളിച്ച് നമ്മൾ സ്തുതിച്ചു പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധനായ കർത്താവേ, ഞങ്ങൾ അനുഗ്രഹിക്കുന്ന ദൈവമേ, ആരാധന, ആരാധന, ആരാധന. അഭിഷേകം ഒഴുകട്ടെ, ഒഴുകട്ടെ, ഒഴുകട്ടെ. അനുഗ്രഹത്തിന്റെ അഭിഷേകം കുടുംബങ്ങളിലേക്ക്, തലമുറകളിലേക്ക്, ദേശങ്ങളിലേക്ക്, വ്യക്തി ജീവിതങ്ങളിലേക്ക് നിറഞ്ഞൊഴുകട്ടെ. എല്ലാ പാപ, രോഗ, ശാപ ബന്ധനങ്ങളും യേശു നാമത്താൽ നീങ്ങിപ്പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളുടെ കുടുംബങ്ങൾ പങ്കുവെക്കലിന്റെ കുടുംബങ്ങളാകട്ടെ. ഞങ്ങളുടെ കുടുംബങ്ങൾ വിശുദ്ധിയുടെ ഭവനങ്ങളായി മാറട്ടെ. ലോർഡ് ബ്ലെസ്. കരമുയർത്തി ഓരോ കുടുംബത്തെയും കർത്താവേ അനുഗ്രഹിക്കണമേ. ഓരോ കുടുംബത്തെയും കർത്താവേ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവാനുഗ്രഹത്തിന്റെ പകർച്ചയാൽ സകല കുടുംബങ്ങളും പൂരിതമാകട്ടെ. ബ്ലെസ്, ബ്ലെസ് ലോർഡ്. ആവശ്യങ്ങളെ, നിയോഗങ്ങളെ കർത്താവേ അവിടുത്തെ കരമുയർത്തി ആശീർവദിക്കണമേ, ആശീർവദിക്കണമേ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. ഒരു നിമിഷം നമ്മുടെ ഇരു കരങ്ങളും പരസ്പരം കോർത്തു പിടിച്ച് നമ്മുടെ കുടുംബങ്ങളെ കർത്താവിനായി സമർപ്പിക്കാം. കുടുംബത്തെ സ്ഥാപിച്ച കർത്താവിന്റെ തിരുമുഖത്തെ കണ്ണുറപ്പിച്ച് നമ്മുടെ കുടുംബങ്ങളിലുള്ള കേടുപാടുകളിലേക്ക് കർത്താവിനെ വിളിച്ചു പ്രാർത്ഥിക്കുക. നമ്മൾ ഒരുമിച്ച് പാടി പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം കർത്താവ് ചെയ്ത നന്മകൾക്കായി, നമ്മുടെ കുടുംബത്തിൽ കർത്താവ് പ്രവർത്തിച്ച അത്ഭുതങ്ങൾക്കായി എല്ലാം നന്ദി പറഞ്ഞ് ഇത്രത്തോളം എന്നെ കൊണ്ടുവന്നിടുവാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ. കർത്താവേ, ഇത്രത്തോളം ഞങ്ങളെ കരുതിയതിനായി, ഞങ്ങളെ പരിപാലിച്ചതിനായി, ഞങ്ങളെ വഴി നടത്തിയ സ്നേഹത്തിനായി നന്ദി, നന്ദി കർത്താവേ. ഇത്ര നന്മകൾ ഞങ്ങൾ അനുഭവിക്കാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. എല്ലാം കർത്താവേ നിന്റെ ദാനമാണ്. ഞങ്ങൾ അനുഭവിക്കുന്ന ഈ സൗഭാഗ്യങ്ങളെല്ലാം കർത്താവേ അങ്ങ് ഞങ്ങളോട് കാണിച്ച കരുണയാണ്. തിരുകുടുംബത്തിന്റെ നാഥയായ പരിശുദ്ധ അമ്മേ, ഞങ്ങളെ കുടുംബങ്ങളെല്ലാം ദൈവകൃപയിൽ നിറയുവാൻ അമ്മ പ്രാർത്ഥിക്കണമേ. ആമേൻ. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നമ്മെ അനുഗ്രഹിക്കുന്ന കർത്താവിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ ആനന്ദമുള്ളവരാകാം. ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നത് നീതിമാന്മാരുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടും. നീതിമാന്മാരുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടും. ആധുനിക കാലഘട്ടം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് കുടുംബങ്ങളുടെ തകർച്ചയാണ്. മറ്റേത് കാലഘട്ടത്തെക്കാൾ ഉപരിയായി ഇന്ന് കുടുംബങ്ങൾ തകർന്നുകൊണ്ടിരിക്കുകയാണ്. എന്തുമാത്രം കുടുംബങ്ങളെയാണ് പിശാച് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കൊച്ചു കൊച്ചു പ്രശ്നങ്ങളാണ് നല്ലൊരു ശതമാനം. അതിനെ വലുതായി കാണിപ്പിച്ച് പരസ്പരം തെറ്റിദ്ധരിപ്പിച്ചും സംശയിപ്പിച്ചും പഴി പറഞ്ഞും അനേകം കുടുംബങ്ങൾ ഇന്ന് ശിഥിലമായിക്കൊണ്ടിരിക്കുന്നു. നമുക്കറിയാം, കുടുംബത്തെ സ്ഥാപിച്ചത് മനുഷ്യനല്ല, ദൈവമായ കർത്താവാണ്. God is the family maker. അതുകൊണ്ട് തന്നെ
നമ്മുടെ കുടുംബങ്ങളിൽ പല വിധത്തിലുള്ള കേടുപാടുകളുണ്ടെങ്കിൽ അത് റിപ്പയർ ചെയ്യാൻ നമ്മുടെ കുടുംബങ്ങളെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കൊണ്ടുവരണം. നമ്മുടെ കുടുംബങ്ങളെക്കുറിച്ചുള്ള കർത്താവിൻ്റെ പദ്ധതി എന്താ? പരസ്പരം പഴി പറഞ്ഞും ശണ്ട കൂടിയും നശിച്ചു പോകാനല്ല നമ്മുടെ കുടുംബങ്ങളെക്കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നത്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 3-ാം അധ്യായം 25-ാമത്തെ തിരുവാക്യം. നമ്മുടെ പൂർവ്വപിതാവായ അബ്രഹാമിനെ നോക്കി ദൈവം സംസാരിക്കുകയാണ്. അബ്രഹാമേ, നിന്റെ സന്തതി വഴി ലോകത്തിലുള്ള സകല കുടുംബങ്ങളും അനുഗ്രഹിക്കപ്പെടും. എത്ര മനോഹരമായ വാഗ്ദത്തമാണ്! യേശു ക്രിസ്തു വഴി ഭൂമിയിലുള്ള എല്ലാ കുടുംബങ്ങളും അനുഗ്രഹിക്കപ്പെടും. ഓരോ കുടുംബത്തെക്കുറിച്ചുള്ള കർത്താവിൻ്റെ സ്വപ്നം ഇതാണ്. പ്രിയ ദൈവത്തിൻ്റെ പൈതലേ, നമ്മുടെ കുടുംബങ്ങൾ ഒരു അനുഗ്രഹമായി തീരുവാൻ, നശിച്ചു കൊണ്ടിരിക്കുന്ന ഈ ലോകത്തിൽ തകർന്നുകൊണ്ടിരിക്കുന്ന അനേകം കുടുംബങ്ങൾക്ക് അനുഗ്രഹത്തിന്റെ വെളിച്ചമായി നമ്മുടെ കുടുംബങ്ങൾ മാറുവാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. ഇന്നത്തെ ഈ വചന ശുശ്രൂഷയിലൂടെ ഈ മെസ്സേജ് പരിശുദ്ധാത്മ നമ്മളെ പഠിപ്പിക്കുമ്പോൾ ഈ സത്യം നമ്മൾ തിരിച്ചറിയണം. സുഭാഷിത പുസ്തകം 3-ാം അധ്യായം 33-ാം തിരുവചനം. ദുഷ്ടരുടെ ഭവനത്തിന്റെ മേൽ കർത്താവിന്റെ ശാപം പതിക്കുന്നു, എന്നാൽ നീതിമാന്മാരുടെ ഭവനത്തെ അവിടുന്ന് അനുഗ്രഹിക്കും. ഈ വചനത്തിലൂടെ കർത്താവിന്റെ ആത്മാവ് എന്താണ് നമ്മുടെ കുടുംബങ്ങളോട് സംസാരിക്കുന്നത്? ദുഷ്ടരുടെ കുടുംബം അത് അടിക്കടി തകർന്നുകൊണ്ടിരിക്കുന്നു, എന്നാൽ നീതിമാന്മാരുടെ കുടുംബത്തെ കർത്താവ് അനുഗ്രഹിക്കുന്നു. എത്ര മനോഹരമായ തിരുവാക്യമാണിത്. നീതിമാന്മാരുടെ കുടുംബങ്ങളിൽ കർത്താവിന്റെ സാന്നിധ്യം കുടികൊള്ളുന്നു. ഒരു കുടുംബത്തെ കുടുംബമാക്കി മാറ്റുന്നത് നമ്മുടെ കുടുംബങ്ങളിലുള്ള മനോഹരമായ ഫർണിച്ചറുകളോ, നമ്മൾ തറയിൽ വിരിച്ചിരിക്കുന്ന സുന്ദരമായിട്ടുള്ള ടൈലുകളോ, ലക്ഷക്കണക്കിന് രൂപ വിലപിടിപ്പുള്ള പെയിന്റിങ്ങോ, ഇതൊന്നുമല്ല. ഒരു കുടുംബത്തെ കുടുംബമാക്കി മാറ്റുന്നത് ആ ഭവനത്തിലുള്ള ദൈവ സാന്നിധ്യമാണ്. പ്രസൻസ് ഓഫ് ഗോഡ്. കർത്താവിന്റെ സാന്നിധ്യമാണ് നമ്മുടെ കുടുംബങ്ങളിലേക്ക് അനുഗ്രഹത്തെ കൊണ്ടുവരുന്നത്. കർത്താവിന്റെ സാന്നിധ്യമാണ് നമ്മുടെ കുടുംബങ്ങളെ സ്നേഹത്തിന്റെ പൂർണ്ണതയിൽ വളർത്തുന്നത്. കർത്താവിന്റെ സാന്നിധ്യമാണ് നമ്മുടെ കുടുംബങ്ങളെ വിശുദ്ധീകരിക്കുന്നത്. അനുഗ്രഹത്തിന്റെ രഹസ്യം എന്ന് പറയുന്നത് പ്രസൻസ് ഓഫ് ഗോഡ്, ദൈവ സാന്നിധ്യമാണ്. സാമുവേൽ പ്രവാചകന്റെ 2-ാം പുസ്തകം 6-ാം അധ്യായം 11-ാമത്തെ തിരുവചനം എന്നെ ഒരുപാട് സ്വാധീനിച്ചൊരു വചനമാണ്. കർത്താവിന്റെ പേടകം ഓബദ് ഏദോം എന്ന് പറയുന്ന ഒരു ഹിത്യനായ മനുഷ്യന്റെ ഭവനത്തിൽ 3 മാസം ഇരിക്കുകയാണ്. നമ്മൾ തിരിച്ചറിയണം, അദ്ദേഹം ഒരു വിജാതീയനായിരുന്നു. എന്നാൽ കർത്താവിന്റെ സാന്നിധ്യം ഓബദ് ഏദോമിന്റെ ഭവനത്തിൽ 3 മാസം ഇരുന്നു. തിരുവെഴുത്ത് പഠിപ്പിക്കുകയാണ്, കർത്താവ് ഓബദ് ഏദോമിനെയും അവന്റെ കുടുംബത്തെയും അനുഗ്രഹിച്ചു. പ്രിയ സഹോദര സഹോദരി, എന്തുകൊണ്ടാണ് ആ കുടുംബം അനുഗ്രഹിക്കപ്പെട്ടത്? ആ കുടുംബത്തിലുള്ള ഭൗതിക വസ്തുക്കൾ മൂലമല്ല, ആ കുടുംബത്തിന്റെ മനോഹാരിത മൂലമല്ല, കർത്താവിന്റെ സാന്നിധ്യം ആ ഭവനത്തിലുണ്ടായിരുന്നു. അബ്രഹാമിന്റെ കുടുംബത്തിലൂടെയാണ് ഈ ദൂത് കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നത്. അബ്രഹാം അവൻ ദൈവത്തിന്റെ നീതിയിൽ ജീവിച്ചവനായിരുന്നു, നീതിമാനായ മനുഷ്യനായിരുന്നു. നീതിമാന്മാരുടെ കുടുംബം കർത്താവ് അനുഗ്രഹിക്കുന്നു. എന്തുകൊണ്ടാണ് അബ്രഹാമിന്റെ കുടുംബം ബ്ലെസ്സഡ് ആയത്? ഉൽപ്പത്തിയുടെ പുസ്തകം 13-ാം അധ്യായം 18-ാം വചനത്തിലേക്ക് നമ്മൾ വരണം. അവിടെ അബ്രഹാം തൻ്റെ കൂടാരം, താൻ വസിച്ചിരുന്ന തൻ്റെ കൂടാരം ഹെബ്രോണിലുള്ള മാമറയുടെ ഓക്കുമരത്തോപ്പിലേക്ക് മാറ്റുകയാണ്. മാമറയുടെ ഓക്കുമരത്തോപ്പിൽ തനിക്ക് താമസിക്കുവാനുള്ള കൂടാരം അബ്രഹാം കെട്ടുകയാണ്.
അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, താൻ തനിക്ക് വേണ്ടി കൂടാരം പണിയുന്നതോടൊപ്പം തൻ്റെ കൂടാരത്തിൽ അവനൊരു ബലിപീഠം നിർമ്മിക്കുകയാണ്. ഒരു ഓൾട്ടർ, ഒരു യാഗപീഠം ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കുന്നത് നമ്മുടെ കുടുംബങ്ങളിലുള്ള ആൾത്താരെയാണ്. കർത്താവിൻ്റെ സാന്നിധ്യം ഇറങ്ങി വരുന്ന ഒരു യാഗപീഠം നമ്മുടെ ഭവനങ്ങളിലെല്ലാം ഉണ്ടാകണം. അവൻ തനിക്ക് വേണ്ടി കൂടാരം പണിയുന്നതോടൊപ്പം കർത്താവിനെ ആരാധിക്കുവാൻ വേണ്ടി യാഗപീഠം പണിയുകയാണ്. അവൻ അവിടെ കർത്താവിനെ ആരാധിച്ചുവെന്ന് തിരുവെഴുത്ത് സാക്ഷ്യപ്പെടുത്തുകയാണ്. എന്തായിരുന്നു അതിൻ്റെ റിസൾട്ട്? 127 സങ്കീർത്തനം 1-ാം വചനം പഠിപ്പിക്കുന്നുണ്ട്, കർത്താവ് ഭവനം പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം വ്യർത്ഥമാണ്. നമ്മളൊക്കെ എന്നാ ചെയ്താലും അതിനൊക്കെ ഒരുപാട് പരിമിതികളുണ്ട്. കർത്താവ് നമ്മുടെ ഭവനം പണിയുന്നില്ലെങ്കിൽ ആ കുടുംബത്തിൽ ഒരിക്കലും സ്നേഹമുണ്ടാവില്ല. ആ കുടുംബത്തിൽ പരസ്പരം ആനന്ദം ഉണ്ടാവുകയില്ല. ആ കുടുംബത്തിൽ ദൈവ സാന്നിധ്യം ഉണ്ടായിരിക്കുകയില്ല. നമ്മുടെ കുടുംബങ്ങളെ പണിയേണ്ടത് സിനിമാക്കാരോ, സീരിയലുകാരോ, രാഷ്ട്രീയക്കാരോ, കോമഡി ഷോക്കാരോ, റിയാലിറ്റി ഷോക്കാരല്ല. കുടുംബത്തെ സ്ഥാപിച്ച ദൈവമായ കർത്താവാണ്. അബ്രഹാമിന്റെ കുടുംബത്തെ കർത്താവ് പണിതുയർത്തുകയാണ്. കാരണം ആ ഭവനത്തിൽ കർത്താവിനെ ആരാധിക്കുവാനുള്ള ബലിപീഠം, യാഗപീഠം ഉണ്ടായിരുന്നു. അവൻ കർത്താവിനെ ആരാധിച്ചു. എന്നും ആ മാമരയുടെ ഒക്കുമര തോപ്പിലേക്ക് അബ്രഹാം ആരാധിക്കുന്ന സമയത്ത് കർത്താവ് ഇറങ്ങി വരികയാണ്. തൻ്റെ സാന്നിധ്യം കൊണ്ട് ആ ഭവനത്തെ കർത്താവ് വിശുദ്ധീകരിക്കുകയാണ്. തൻ്റെ സാന്നിധ്യം കൊണ്ട് ആ ഭവനത്തെ കർത്താവ് അനുഗ്രഹിക്കുകയാണ്. ഇതെന്ത് സുന്ദരമായ ഒരു അനുഭവമാണ്. പ്രിയ സഹോദര സഹോദരി, നമ്മുടെ കുടുംബങ്ങൾ സ്വന്തമാക്കേണ്ടത് ഈ ഒരു എക്സ്പീരിയൻസ് ആണ്. ഇതിനു വേണ്ടിയാണ് നമ്മൾ ഇന്ന് ചങ്ക് പൊട്ടി പ്രാർത്ഥിക്കേണ്ടത്. കർത്താവേ, നിന്റെ സാന്നിധ്യം കൊണ്ട് എൻ്റെ കുടുംബത്തെ സമ്പന്നമാക്കണമേ. നമ്മൾ പാടുന്നില്ലേ, മമ്രയുടെ തോപ്പിൽ ഇറങ്ങി വന്ന അബ്രഹാമിൻ ദൈവത്തിനാരാധന, മോറിയ മലയിൽ നിറഞ്ഞു നിന്ന ഇസഹാക്കിൻ ദൈവത്തിനാരാധന. അവിടെ പാട്ടുകാരൻ എടുത്തു പറയുകയാണ്, മമ്രയുടെ തോപ്പിൽ ഇറങ്ങി വന്ന അബ്രഹാമിൻ ദൈവത്തിനാരാധന. മാമറയുടെ തോക്കുമര തോപ്പിലേക്ക് കർത്താവിൻ്റെ മഹത്വം ഇറങ്ങി വരികയാണ്. നമ്മുടെ കുടുംബങ്ങളെ പൊതിഞ്ഞു നിൽക്കേണ്ടത്, നമ്മുടെ കുടുംബങ്ങളെ ചൂഴ്ന്നു നിൽക്കേണ്ടത് കർത്താവിൻ്റെ സാന്നിധ്യമാകണം. ഉൽപ്പത്തി 24:1 വരിക. എന്താ സംഭവിച്ചത്? അബ്രഹാമിന് പ്രായമേറെയായി. ദൈവമായ കർത്താവ് അബ്രഹാമിനെയും അവൻ്റെ കുടുംബത്തെയും സകല കാര്യങ്ങളിലും അനുഗ്രഹിച്ചു. എന്തുകൊണ്ടാണ് അനുഗ്രഹത്തിൻ്റെ അഭിഷേകം അബ്രഹാമിൻ്റെ ഭവനത്തിലേക്ക് ഒഴുകപ്പെട്ടത്? നമ്മൾ തിരുവചനത്തിൽ കണ്ടു. നീതിമാന്മാരുടെ കുടുംബത്തെ കർത്താവ് അനുഗ്രഹിക്കുന്നു. എന്തുകൊണ്ട് ഈ കുടുംബം അനുഗ്രഹിക്കപ്പെട്ടു? ആ കുടുംബത്തിൽ നിത്യവും ആരാധനയുണ്ടായിരുന്നു, പ്രാർത്ഥനയുണ്ടായിരുന്നു. അനുദിനം കർത്താവിൻ്റെ മഹത്വം ആ ഭവനത്തിലേക്ക് ഇറങ്ങി വന്ന് അതിനെ വിശുദ്ധീകരിച്ച് അനുഗ്രഹിക്കുമായിരുന്നു. ഈ ദൈവ സാന്നിധ്യത്തിന് വേണ്ടി നമ്മൾ നിലവിളിക്കുമ്പോൾ, നമ്മുടെ കുടുംബങ്ങൾ നമ്മൾ അതിനായി ക്രമപ്പെടുത്തുമ്പോൾ, ഈ അത്ഭുതം നമ്മുടെ ഭവനങ്ങളിലും സംഭവിക്കും. കർത്താവിൻ്റെ നീതിയിൽ നമ്മൾ ജീവിക്കണം. കർത്താവിൻ്റെ വചനത്തെ നമ്മൾ അനുസരിക്കണം. അതിനനുസൃതമായി നമ്മുടെ വ്യക്തി ജീവിതത്തെയും കുടുംബത്തെയും ക്രമപ്പെടുത്തുവാനുള്ള തീരുമാനമാണ് ഇന്ന് നമുക്കെല്ലാം ഉണ്ടാകേണ്ടത്. 37-ാം സങ്കീർത്തനം 25-ാമത്തെ തിരുവാക്യം. സങ്കീർത്തകനായ ദാവീദ് തൻ്റെ വാർദ്ധക്യത്തിൽ താൻ തിരിച്ചറിഞ്ഞൊരു സത്യം നമ്മോട് പങ്കുവെക്കുകയാണ്. കർത്താവിൻ്റെ നീതിമാന്മാർ എത്ര അനുഗ്രഹീതരാണ്. ആരെല്ലാം കർത്താവിൻ്റെ നീതിയിൽ ജീവിക്കുന്നുവോ അവർക്ക് ലഭിക്കുന്ന ബ്ലെസ്സിങ്സിനെ കുറിച്ച് ദാവീദ് പഠിപ്പിക്കുക. ഞാൻ ചെറുപ്പമായിരുന്നു, എന്നാൽ ഇപ്പോൾ വൃദ്ധനായി. നീതിമാന്മാർ പരിത്യജിക്കപ്പെടുന്നതോ അവൻ്റെ മക്കൾ ഭിക്ഷയാചിക്കുന്നതോ ഞാൻ ഇന്നോളം കണ്ടിട്ടില്ല. എന്ത് ഷാർപ്പാണ് ഈ വചനം! നമ്മുടെ ഹൃദയത്തിലേക്ക് ഇത് തുളച്ചു കയറണം. പ്രിയ ദൈവത്തിൻ്റെ പൈതലെ, നമ്മൾ അസ്വസ്ഥരാകേണ്ട.
കർത്താവിൻ്റെ നീതിയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണോ നീ? ഏത് സാഹചര്യത്തിലും ദൈവവചനത്തെ വില കൊടുത്ത് അനുസരിക്കുന്ന ഒരു വ്യക്തിയാണോ എങ്കിൽ നിന്റെ തലമുറ അനുഗ്രഹത്തിൻ്റെ തലമുറയാക്കി കർത്താവ് മാറ്റും. ഉൽപ്പത്തിയുടെ പുസ്തകം 24:1 നമ്മൾ കണ്ടു. കർത്താവ് അബ്രഹാമിനെ അനുഗ്രഹിച്ചു. കാരണം അബ്രഹാം നീതിമാനായിരുന്നു. കർത്താവിൻ്റെ വചനത്തെ അനുസരിച്ച ദൈവമനുഷ്യനായിരുന്നു. അതിന്റെ റിസൾട്ട് എന്താ? അവന്റെ തലമുറ അനുഗ്രഹത്തിന്റെ തലമുറയായി മാറി. ഉൽപ്പത്തിയുടെ പുസ്തകം 25-ാം അധ്യായം 11-ാമത്തെ വാക്യം. അബ്രഹാമിന്റെ മരണശേഷം ദൈവമായ കർത്താവ് അവന്റെ പുത്രൻ ഇസഹാക്കിനെ അനുഗ്രഹിച്ചു. അവന്റെ മക്കൾ ഇന്നോളം ഭിക്ഷയാചിക്ക് ഞാൻ കണ്ടിട്ടില്ല. ദാവീദ് പറയാ, ആ തലമുറയെ കർത്താവ് പരിപാലിക്കുകയാണ്. അബ്രഹാം മരിച്ചു പോയപ്പോൾ അവന്റെ തലമുറ നിന്നുപോയില്ല. ഇസഹാക്കിനെ അനുഗ്രഹിക്കുകയാണ് കർത്താവ്. ഉൽപ്പത്തിയുടെ പുസ്തകം 32-ാം അധ്യായം 29-ാമത്തെ വാക്യം. ഇസഹാക്കിന്റെ മകനായ യാക്കോബ് യാബോക്ക് എന്ന കടവിൽ വെച്ച് ആ കടവിലേക്ക് കർത്താവ് ഇറങ്ങി വന്ന് യാക്കോബിനെ അനുഗ്രഹിക്കുകയാണ്. യാക്കോബിനെ കർത്താവ് അഭിഷേകം ചെയ്യുകയാണ്. ഇതാ ഇസഹാക്കിലുള്ള അനുഗ്രഹം യാക്കോബിലേക്ക് ഒഴുകപ്പെടുന്നു. ഉൽപ്പത്തിയുടെ പുസ്തകം 49:1 വാ. യാക്കോബിന്റെ 12 ആൺമക്കള്, അവരെല്ലാം തന്റെ അരികിലേക്ക് വിളിച്ചു നിർത്തി അപ്പനായ യാക്കോബ് തന്റെ മക്കളെയൊക്കെ അനുഗ്രഹിക്കുകയാണ്. ആ മക്കളിലേക്ക് ദൈവാനുഗ്രഹത്തിന്റെ പകർച്ചയുണ്ടാവുകയാണ്. ദാവീദ് പറഞ്ഞത് എത്ര സത്യമാണ്. നീതിമാന്മാർ ഉപേക്ഷിക്കപ്പെടുന്നതോ അവന്റെ തലമുറ ഭിക്ഷയാചിക്കുന്നതോ ഞാൻ ഇന്നോളം കണ്ടിട്ടില്ല. പ്രിയ സഹോദര സഹോദരി, നിന്റെ കുടുംബം, നിന്റെ തലമുറ കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെടുവാൻ നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇന്നു മുതൽ ദൈവത്തിൻ്റെ നീതിയിൽ ജീവിക്കുവാനുള്ള തീരുമാനമെടുക്കുക. അതിന് വിരുദ്ധമായ സകല ലോകമോഹങ്ങളെയും പാപത്തിന് വെറിക്കൂത്തുകളെയും വിട്ടുകളയാനുള്ള ഒരു സമർപ്പണം. നീതിമാന്മാരുടെ കുടുംബം കർത്താവ് അനുഗ്രഹിക്കുന്നു. ഈ ദൂത് ഹൃദയത്തിലേക്ക് എന്ത് വില കൊടുത്തു നമ്മുടെ കുടുംബങ്ങളിൽ ദൈവ സാന്നിധ്യത്തെ കാത്തു സൂക്ഷിക്കുക. കർത്താവിൻ്റെ സാന്നിധ്യത്തിന് മങ്ങലേൽപ്പിക്കുന്ന സകലതും നമ്മുടെ കുടുംബങ്ങളിൽ നമ്മൾ നീക്കം ചെയ്യണം. നമ്മുടെ കുടുംബത്തിൻ്റെ അന്തരീക്ഷം പ്രാർത്ഥനയുടെയും വിശുദ്ധിയുടെയും കൃപയുടെയും വചനത്തിൻ്റെയും അന്തരീക്ഷമാകണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവവചനത്തിൻ്റെ കൾച്ചറിൽ നമ്മുടെ കുടുംബങ്ങൾ വളരണം. ഈ ലോകത്തിൻ്റെ കൾച്ചറല്ല, വചനത്തിൻ്റെ കൾച്ചർ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ പരിശീലിപ്പിക്കണം. ദൈവവചനത്താൽ സമ്പന്നമായ കുടുംബങ്ങളായി സഭയിൽ വളരട്ടെ. അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നിങ്ങൾ ആയിരിക്കുന്നിടത്ത് മുട്ടുകുത്തി നമ്മുടെ കുടുംബങ്ങളെ കർത്താവിനെ സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ കുടുംബത്തിൻ്റെ എല്ലാ കേടുപാടുകളിലേക്കും, അനേകം കേടുപാടുകളുണ്ട്, പലതും പുറത്ത് പറയാൻ പോലും പറ്റാത്ത വിധത്തിലുള്ള ചില കേടുപാടുകൾ, അതെല്ലാം യേശുവിനറിയാം. ആ കേടുകളിലേക്ക്, തകർച്ചകളിലേക്ക്, പ്രതിസന്ധിയിലേക്ക്, സംശയങ്ങളിലേക്ക് കർത്താവിനെ വിളിക്കുക. നമ്മുടെ കുടുംബങ്ങളെ കർത്താവ് സുഖപ്പെടുത്തുന്ന സമയം, നമ്മുടെ കുടുംബവൃക്ഷത്തിന് മേൽ കർത്താവ് തന്നെ കരം നീട്ടുന്ന സമയം, പാപ രോഗ ശാപബന്ധനത്തിന്റെ എല്ലാ അടിമത്തങ്ങളിൽ നിന്നും നമ്മുടെ കുടുംബങ്ങളെ യേശു സ്വതന്ത്രമാക്കുന്ന സമയം. കരങ്ങൾ ഉയർത്തി നമ്മൾ ആരെയും ശ്രദ്ധിക്കേണ്ട. കുടുംബമായി നമ്മളെ വിളിച്ചവനായ കർത്താവിന്റെ തിരുമുഖത്ത് കണ്ണുറപ്പിച്ച് നിന്റെ നിയോഗങ്ങളെല്ലാം അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് നിലവിളിച്ച് പ്രാർത്ഥിക്കേ. കർത്താവായ യേശുവേ, ഞങ്ങളെ കുടുംബങ്ങൾ അനുഗ്രഹിക്കുവാൻ വരണമേ. ഞങ്ങളെ കുടുംബങ്ങൾ നേരിടുന്ന കേടുപാടുകളിലേക്ക്, ദുഃഖങ്ങളിലേക്ക്, വേദനകളിലേക്ക്, തകർച്ചകളിലേക്ക്, പ്രതിസന്ധികളിലേക്ക്, സംശയങ്ങളിലേക്ക് കർത്താവേ കടന്നു വരണമേ. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ, അടയാളങ്ങൾ വെളിപ്പെടട്ടെ, അനുഗ്രഹത്തിന്റെ അഭിഷേകം നിറഞ്ഞൊഴുകട്ടെ. പാപ രോഗ ശാപ ശക്തികള് ദൈവാനുഗ്രഹത്തിന്റെ നിറവിനാൽ നിർവീര്യമാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, അവിടുത്തെ നീതിയിൽ ജീവിക്കുവാൻ, അങ്ങയുടെ വചനത്തിന്റെ സംസ്കാരത്തിൽ വളരുവാൻ ഞങ്ങളെ കരമുയർത്തി അനുഗ്രഹിക്കണമേ. ഞങ്ങൾ ആശീർവദിക്കണമേ. ഞങ്ങളെ കുടുംബങ്ങളെ കർത്താവെ സംരക്ഷിക്കണമേ. ലോർഡ് ബ്ലെസ്, ബ്ലെസ്. പരിശുദ്ധ അമ്മേ, ഔസേ പിതാവേ,
ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഞങ്ങളുടെ കുടുംബങ്ങളെ സമർപ്പിക്കുന്നു. പിശാചിന്റെ എല്ലാ തിരിച്ചടികളിൽ നിന്നും, മാനുഷികമായ ചതികള്, കെണികള്, വഞ്ചനകള്, വശീകരണ സ്വാധീനങ്ങളിൽ നിന്നെല്ലാം ഞങ്ങളും ഞങ്ങളുടെ കുടുംബങ്ങളും കർത്താവിൻ്റെ സാന്നിധ്യത്തിന് മറവിൽ മറയ്ക്കപ്പെടുവാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കരുണയായിരിക്കണമേ, കരുണയായിരിക്കണമേ, കരുണയായിരിക്കണമേ. കർത്താവ് നൽകിയ ഈ സന്ദേശം നമ്മുടെ ഹൃദയത്തിലേക്ക് ഏറ്റെടുത്ത് നീതിമാന്മാരുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടുന്നു. നമ്മുടെ കുടുംബത്തിലേക്ക് കടന്നു വരുന്ന അനുഗ്രഹത്തെ തടയുന്ന സകലതിനെയും വിട്ടുകളഞ്ഞ് ദൈവ സാന്നിധ്യം അധിവസിക്കുന്ന കുടുംബമായി നമ്മുടെ കുടുംബങ്ങളെല്ലാം മാറുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. വ്യക്തിപരമായ നമ്മുടെ നിയോഗങ്ങളെയും നമ്മുടെ കുടുംബങ്ങളുടെ സകല ആവശ്യങ്ങളെയും നമ്മെ ഓരോരുത്തരെയും കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഇതാ ദൈവം ഭൂമിയിൽ വന്നു, മർത്യനു മന്നയായി തീർന്നു. ഇതാ ദൈവം സ്വർഗത്തിൽ തിരുവോസ്തിരൂപനായ കർത്താവേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയെ, പരിശുദ്ധ കുർബാനയായി ഞങ്ങളുടെ മധ്യേ കടന്നു വന്ന അങ്ങയുടെ സാന്നിധ്യത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിച്ചു, നീതിമാന്മാരുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടും. എത്രയോ അർത്ഥവത്തായ കാര്യമാണിത്. നമ്മുടെ കുടുംബങ്ങളെ ശ്രദ്ധിക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. ഹൃദയം തുറന്ന് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവേ, തലമുറകളെ അനുഗ്രഹിക്കണമേ. കർത്താവേ, കുടുംബവൃക്ഷങ്ങളെ സൗഖ്യമാക്കണമേ. ഞങ്ങളെ കുടുംബങ്ങളിലേക്ക് കടന്നു വരുന്ന അനുഗ്രഹത്തെ തടയുന്ന എല്ലാ ശാപഗ്രസ്തമായ സ്വാധീനങ്ങളെയും കർത്താവേ അങ്ങടെ തിരിച്ചോരയാൽ അതെല്ലാം അവിടുന്ന് വിശുദ്ധീകരിച്ച് അനുഗ്രഹമാക്കി മാറ്റണമേ. തലമുറകളുടെ ബോണ്ടേജുകൾ അവിടുന്ന് ബ്രേക്ക് ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇരു കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി അനുഗ്രഹിക്കുന്ന കർത്താവിനെ നാമം വിളിച്ച് പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ടവരെ, ഹൃദയം നുറുങ്ങി പ്രാർത്ഥിച്ചോ. കർത്താവ് അനേകമായിരങ്ങളെ സ്പർശിക്കുന്ന സമയം ദിവ്യകാരുണ്യത്തിൽ നിന്ന് ഈശോ നൽകുന്ന സൗഖ്യം, ഉന്നതിനും അനുഗ്രഹവും സ്വീകരിച്ചുകൊണ്ട് കുടുംബമായി പ്രാർത്ഥിക്കുക. ആരാധന, ആരാധന, ആരാധന. നന്ദി കർത്താവേ, നന്ദി കർത്താവേ. മാതാപിതാക്കളെ മക്കൾക്ക് വേണ്ടി വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചോ. ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുക. സഹോദരി സഹോദരങ്ങളെ, നമ്മുടെ കുടുംബങ്ങളെല്ലാം കർത്താവിന്റെ നന്മകളാൽ നിറയപ്പെടുവാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ആരാധന, ആരാധന. നന്ദി കർത്താവേ, നന്ദി കർത്താവേ. ഞങ്ങളെ സുഖപ്പെടുത്തിയ സ്നേഹത്തെ ഓർത്ത്, ഞങ്ങളെ വിശുദ്ധീകരിച്ച കാരുണ്യത്തെ ഓർത്ത് നന്ദി പറയുന്നു. താങ്ക് യു, താങ്ക് യു ജീസസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്ത ആഴ്ചയിൽ ദൈവവചനം നമ്മൾ ധ്യാനിക്കുന്നത് കാര്യം അറിയാത്ത കരച്ചിൽ. ഈ ശുശ്രൂഷയിലേക്ക് പ്രാർത്ഥിച്ചൊരുങ്ങി നമുക്കെല്ലാവർക്കും കടന്നു വരാം. മഹത്വമേ, മഹത്വമേ, മഹത്വത്തിൻ രാജാവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ, മഹത്വമേ, മഹത്വത്തിൻ കർത്താവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ, മഹത്വമേ, മഹത്വത്തിൻ രാജാവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ, മഹത്വമേ, മഹത്വ